നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ശനിയാഴ്ച ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേയ്പിറ പഞ്ചമി കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ആയതിനാൽ നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന കഷ്ടങ്ങളെല്ലാം തീരണം, അതെല്ലാം തേഞ്ഞു പോകണം എന്നതിനായിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിക്കേണ്ട ഒരു മുഖ്യമായ ദിവസമാണ് ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ ഏത് ദീപം വയ്ക്കണമെന്നൊക്കെ അറിയാമല്ലോ. ആൽമരത്തിൽ ദീപം വയ്ക്കണമെന്നതാണ് ഏറ്റവും അനുയോജ്യമായത്. ശനിയാഴ്ച ആൽമരത്തിൽ ദീപം വയ്ക്കുക എന്നത് വരാഹിയമ്മയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ടത്. അമ്മയെ പ്രാർത്ഥിച്ച് ദീപം വച്ചാൽ നമ്മുടെ കടപ്രശ്നങ്ങൾ എല്ലാം തീർന്നു കിട്ടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യേണ്ട മുഖ്യമായ 3 ദൈവങ്ങൾ ആരെന്ന് നമുക്ക് നോക്കാം. ഒട്ടുമുക്കാലും പേർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 1 വരാഹി ദേവി, അടുത്തത് പ്രത്യുങ്കരാ ദേവി, നെക്സ്റ്റ് വന്നിട്ട് കാലഭൈരവർ. ഇവർ 3 പേരും നമുക്കേർപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഇവരെ നമ്മൾ ശരണം പ്രാപിക്കുക എന്നത് ഒത്തിരി നല്ലത്. ഇന്ന് ശനിയാഴ്ച, തേയ്പിറ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ആയതിനാൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു എളിയ വഴിപാടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇന്നത്തെ ഈ വഴിപാടിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട്. ഇത് തേയ്പിറ പഞ്ചമി കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോകണം, ഒഴിഞ്ഞു പോകണം, തേഞ്ഞു പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ വഴിപാടിന് എടുക്കാൻ പാടുള്ളൂ. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതൊന്ന് ഓർത്ത് വച്ചോളുക. ഈ വഴിപാടിന് മന്ത്രമില്ല, പൂജയില്ല, നൈവേദ്യമില്ല, ദീപവും വയ്ക്കണ്ട, എന്തും ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്ക് വേണേലും ഇത് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ന് രാത്രി 7:30 മേലെ, 7:30 PM മേലെയാണ് നിങ്ങൾ ഈ വഴിപാട് ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ പീരീഡ്സ് ആയിരുന്നാലും ശരി, പിന്നെ പുലവാലയമ ഉണ്ടെങ്കിലും ശരി, ഏതൊരു തരത്തിലുള്ള കെട്ടുപാടുകളും തടസ്സവും ഇതിലില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. വേറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വേർഡ്, ഈ ഒരു വാക്ക് നിങ്ങളുടെ ഇടത് മണിക്കെട്ടിൽ എഴുതിയാൽ മതി. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. ആർക്കെല്ലാം വിശ്വാസമുണ്ടോ അവർ വന്നിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്താലേ മതി. നിങ്ങളുടെ വിശ്വാസത്തെ ശക്തമാക്കും വിധം ആ വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ ഉൾമനസ്സിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയും പ്രപഞ്ചം അറിഞ്ഞ് അത് നിങ്ങൾക്ക് നടത്തി വെപ്പിക്കും. അത് നല്ലതായാലും ശരി, മോശപ്പെട്ട കാര്യമായാലും ശരി, ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത് അത് കൃത്യമായിട്ടും നടക്കും. അതിനാലെയാണ് നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്ന് പറയുന്നത്. സോ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ, അതായത് രാത്രി 7:30 മേലെ മാത്രമേ ഈ വഴിപാട് ചെയ്യാവൂ. ഓർക്കുക, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇനി കിടന്നാൽ മാത്രം മതി. ആ സമയത്ത് ഇത് ചെയ്തിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളുക.
ഇത് ചെയ്ത ശേഷം പിന്നെ ടി വി കാണുന്നത്, മൊബൈൽ യൂസ് ചെയ്യുന്നത്, ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നത്, അതുപോലുള്ള ഏതൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ആൺ പെൺ അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ല. 2 പേർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇതിൽ വേറൊന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാൾ ഒരു കാര്യത്തിന് മാത്രമേ ഇത് ചെയ്യാവൂ. നിറയെ പേര് വന്നിട്ട് പ്രശ്നങ്ങൾ തീർന്നു പോകാൻ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് പോയിട്ട് നമുക്ക് പണം വേണം, ആരോഗ്യം വേണം, നല്ല സമ്പാദിക്കണം, പ്രൗഢിയോടുകൂടി ജീവിക്കാനുള്ള സ്വത്ത് നമുക്ക് വന്നു ചേരണം. അതൊന്നും നിങ്ങളിതിൽ ചോദിക്കാൻ പാടില്ല. സാലറി ഇൻക്രിമെൻറ്റ്, നിങ്ങൾക്ക് സമാധാനം, കല്യാണം നടന്നു കിട്ടണം, ഇതൊന്നും നിങ്ങളിതിൽ ചോദിക്കാൻ പാടില്ല. എന്ത് മാത്രം ചോദിക്കുക എന്നത് മുന്നേ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്ത് നമ്മളെ വിട്ട് അകന്നു പോകണമോ, ഫോർ എക്സാമ്പിൾ കടം തീരണം, അത് നമ്മുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ മാറിക്കിട്ടണം, പിന്നെ ജോലിയിലെ പ്രോബ്ലംസ് തീരണം, ദെൻ ശത്രുശല്യം മാറണം, എതിരാളികളുടെ ശല്യം നമ്മൾക്ക് മാറിക്കിട്ടണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മാത്രമേ ഈ വഴിപാടിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. സോ അത് ഫേസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിനായിട്ട് വേണ്ടിയ ഒരേ ഒരു പൊരുൾ ഒരു റെഡ് കളർ പെന്നാണ്. അത് ഡോട്ട് പെന്നാവാം, സ്കെച്ച് പെന്നാവാം, മാർക്കർ പെന്നോ, അത് നിങ്ങൾക്ക് ഏതാ കയ്യിൽ കിട്ടുക എന്നുള്ളത് അത് എടുത്തോളുക, ഒന്നും പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങളുടെ ഇടത് മണിക്കെട്ട് അറിയാമല്ലോ, റിസ്റ്റ് പോർഷൻ അങ്ങനെ പറയും, വാച്ച് കെട്ടുന്ന ഇടം, അത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഇടത്തിൽ നിങ്ങൾ എഴുതേണ്ട ഒരു മുഖ്യമായ വേഡ് അത് എന്തെന്ന് നോക്കിയാൽ, നിങ്ങൾക്കിരിക്കുന്ന മെയിൻ പ്രോബ്ലം എന്താണ്. ഇപ്പോൾ കടം എന്നാൽ കടം പോകണം, അസുഖം എന്നാൽ അസുഖം പോകണം, പിന്നെ കൺദൃഷ്ടി അത് പോകണം, എതിരാളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകണം, അങ്ങനെ എഴുതുക. ഒരാൾ ഒരേ ഒരു വേർഡ് മാത്രമേ മണിക്കെട്ടിൽ എഴുതാൻ പാടുള്ളൂ. റെഡ് പെൻ കൊണ്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. കടമാണ് പോകേണ്ടതെങ്കിൽ കടം എന്ന് എഴുതിയിട്ട് കൂടെ നശി നശി എന്ന് എഴുതണം. ഇത് നിങ്ങൾ 2 വരിയായിട്ട് വേണമെങ്കിലും എഴുതാം. കടം എന്ന് മേലെ എഴുതിയിട്ട് താഴെയായിട്ട് നശി നശി അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പറ്റുന്നവർ ഒറ്റ വേർഡിൽ നിർത്തുക, കടം നശി നശി. ഇപ്പം നിങ്ങൾക്ക് എതിരാളികളുടെ പ്രശ്നമാണെങ്കിൽ ശത്രു നശി നശി. കൺദൃഷ്ടിയാണെങ്കിൽ കൺദൃഷ്ടി നശി നശി. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്. ജോബ് പ്രോബ്ലം ആണെങ്കിൽ ജോബ് പ്രോബ്ലം നശി നശി. ഈ നശി നശി എന്നാൽ ഇവയെല്ലാം നിങ്ങളെ വിട്ട് പോകണം, നശിക്കണം എന്നാണ് മീനിങ്. ഓക്കെ, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെമണിൽ പണം വശി വശി എന്ന് പറയുന്ന ഒരു വീഡിയോ. അതിൽ വന്നിട്ട് പണം നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, പണം വശി വശി എന്ന് എഴുതുമ്പോൾ. അതുപോലെ തന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നശി നശി, ഇവയെല്ലാം എന്നെ വിട്ട് പോയിടണം എന്നതിനായിട്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്വിച്ച് വേർഡ്സ് എഴുതുന്നുവോ അതുപോലെ നശി നശി മീൻസ് എന്നെ വിട്ട് പോകണം എന്നതാണ് മീനിങ്. ഇതെല്ലാം സത്യമായ വാക്കുകൾ. സോ ഇത് നിങ്ങൾ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മണിക്കെട്ടിൽ എഴുതിക്കോളുക. ജസ്റ്റ് നിങ്ങളുടെ റിസ്റ്റ് പോർഷനിൽ എഴുതുന്നതേ വേണ്ടൂ. പിന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ അത് അഴിഞ്ഞു പോയാലൊന്നും ഒരു പ്രശ്നമില്ല, പോയിക്കോട്ടെ. ഇത് മാത്രം നിങ്ങൾ ചെയ്യുക. ഒത്തിരി ശക്തിയുള്ളത് ഏതെല്ലാം വിട്ടുപോകണമോ അത് മാത്രം എഴുതിക്കൊള്ളുക. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, പണം എഴുതാൻ പാടില്ല, നല്ല വേല എഴുതാൻ പാടില്ല, ഓർത്തോളുക. ഇത് തേയ്പിറ ടൈം ആയതിനാൽ അത് മാത്രം ക്ലിയറായിട്ട് മനസ്സിൽ വെച്ചോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.